നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ വിവാദം കത്തിക്കാളുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവച്ചതിൽ ഒതുങ്ങിത്തീരും എന്ന് വിചാരിച്ചത്, പക്ഷേ കൂടുതൽ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലം വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. തുടർന്ന് അങ്ങോട്ട് നേതാക്കളടക്കം രാഹുലിനെ കൈയൊഴിയുന്ന സാഹചര്യവും ഉണ്ടായി. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടരാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം രാഹുലിനില്ല എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ വിമർശനാത്മകമായി തന്നെ ഉയർന്നു. തുടർന്ന് എന്തു തീരുമാനമെടുക്കണം എന്നുള്ളൊരാശയക്കുഴപ്പത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലും യൂത്ത് കോൺഗ്രസിനുള്ളിലും തമ്മിലടിയും രൂക്ഷമാകുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് KPCC എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നിലപാട് AICCയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ പുറത്തേക്കോ എന്നുള്ളതാണ് ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJPയുടെ പ്രതിനിധിയായി പ്രിന്റു മഹാദേവ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ദീപ അനിൽ, ഒപ്പം LDF പ്രതിനിധി ജലീൽ പുനലൂർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ജലീൽ പുനലൂരിലേക്ക്. ശ്രീ ജലീൽ, കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി KPCC എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണത് AICCയെ അറിയിച്ചിട്ടുമുണ്ട്. ഗത്യന്തരമില്ലാതെ MLA സ്ഥാനം രാജിവെക്കേണ്ടതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ? കാരണം കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ സംജാതമായിരിക്കും. കോൺഗ്രസിൻ്റേത് ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കുമെങ്കിൽ അത് വൈകി വന്ന ഒരു വിവേകം എന്നേ വിശേഷിപ്പിക്കാനാകും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കേസിലെ ഒരു വഴിത്തിരിവ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുച്ചൂടും ബാധിച്ച ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂ. കാരണം ഇത്തരമൊരു വിഷയത്തിൽ ആത്മാർത്ഥതയുടെ തരുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാൾ പ്രത്യക്ഷമായി തന്നെ ഒരു സമൂഹത്താൽ പിടിക്കപ്പെട്ട, അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാൾ നിരന്തരമായി കോൺഗ്രസിന്റെ ടിക്കറ്റിൽ കാസർഗോഡ് നിന്നും ലോക്സഭയിൽ എത്തുമായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ, വ്യക്തിജീവിതത്തിൽ വിശുദ്ധിയും പൊതുജീവിതത്തിൽ നിഷ്ഠയും ആചാരമാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് ഞങ്ങൾ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതിന് സമാനമായ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. ആ കേസിന്റെ വഴിത്താല് നീണ്ട നൂറ്റാണ്ട് കാലം പൊരുതിയ ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളിൽ ഒരാളാണ് ഞാൻ. BJP അടക്കം പ്രതിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തീർത്ത കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ആ കേസിലെ പ്രതി സർവ സ്വതന്ത്രനായി ഈ നാട്ടിൽ വിരാജിക്കുകയാണ്. അപൂർവം ചിലരൊഴികെ കേരളീയ രാഷ്ട്രീയത്തിൽ അത്തരം കേസുകളുമായി മുന്നോട്ട് പോകാൻ ധൈര്യം കാട്ടിയവർ വളരെ കുറവാണ്. ഈ രാഹുലിന്റെ കേസിന് സമാനമായത് തന്നെയാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പിസത്തിന്റെ പേരിലാണെങ്കിൽ പോലും രാഹുലിനെ തള്ളിപ്പറയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രാഹുലിന് സമാനമായ ഐസ്ക്രീം കേസിൽ അതും സമാനമാണ്. കാരണം 8ഓളം 10ഓളം പെൺകുട്ടികളാണ് പ്രത്യക്ഷമായി ഇവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഐസ്ക്രീം കേസിലും 1 ഡസനിലധികം പെൺകുട്ടികളാണ് ഇരകളാകുന്നത്. എന്നാൽ ആ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ നിൽക്കേണ്ട ഇന്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ BJP നേതാക്കളടക്കം, അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു, ആ നേതാക്കളടക്കം വേട്ടക്കാരനൊപ്പം നിലകൊള്ളാനാണ് നിർഭാഗ്യവശാൽ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ആശ്ചര്യമായ ഒരു കാര്യം, ആശ്വാസകരമായ ഒരു കാര്യം, രാഹുലിന്റെ മതം രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശ്രീ ജലീൽ പുനലൂർ, ഒരു കാര്യം കൂടി, രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് നേതാക്കൾ ആദ്യം പുലർത്തുമ്പോൾ അതിനെതിരെ LDFന് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല
എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുത തന്നെയല്ലേ? താങ്കൾ ഇപ്പോൾ കോൺഗ്രസിനെ വൈകി വന്ന വിവേകം എന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ പോലും മുകേഷിന്റെ കാര്യത്തിലും AK ശശീന്ദ്രന്റെ കാര്യത്തിലുമൊക്കെ LDFിനുള്ളിൽ എന്തുകൊണ്ട് അത്തരമൊരു വിവേക ബുദ്ധി ഉടലെടുത്തില്ല എന്ന് സ്വയം വിമർശനാത്മകമായി ചോദിക്കാമല്ലോ. കാരണം CPMന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ രാജിവെക്കണം എന്ന് പറയാനുള്ള ആർജവം അവരുടെ നേതാക്കളിൽ നിന്ന് തന്നെ നഷ്ടമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കോൺഗ്രസിനെ മാത്രം ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFിൽ എന്താണ്, CPMൽ എന്താണ്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനുള്ളിൽ എന്താണ് എന്നുള്ളത് കൂടി വിലയിരുത്തേണ്ടതല്ലേ? നോക്കൂ, ഒരുവിധ സ്ത്രീ പീഡനത്തെയും ന്യായീകരിക്കേണ്ട ഒരു ഗതികേടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ മുകേഷിന്റെയും AK ശശീന്ദ്രന്റെയും കേസുകൾ ഐസ്ക്രീം കേസുമായും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസുമായി താരതമ്യം ചെയ്യുന്നത് അനുചിതമാണെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. കേവലം ഒരു രാഷ്ട്രീയ പ്രേരിതമായ എന്തെങ്കിലും സംഭവത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉയർത്തിയ ഒരു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടതാണോ ഒരു MLA സ്ഥാനം? ഇവിടെ AK ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച ചരിത്രം ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോപണം വന്ന ഉടൻ തന്നെ AK ശശീന്ദ്രന്റെ രാജി എഴുതി വാങ്ങി അദ്ദേഹത്തോട് നിയമ നടപടികൾ നേരിടാൻ പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് നിയമ നടപടികൾ നേരിട്ടു. അദ്ദേഹം പൂർണ്ണമായി നിരപരാധിയാണെന്ന് നീതിന്യായ വ്യവസ്ഥ വിധിയെഴുതി. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി കോടതി നിരപരാധി എന്ന് കണ്ട് തിരിച്ചു വരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ജനാധിപത്യ സമൂഹത്തിനില്ലേ? ഇന്നും അടിവരയിട്ടുകൊണ്ട് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അദ്ദേഹം നിയമ നടപടികൾ നേരിടട്ടെ. ഒരു പക്ഷേ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി വന്നാൽ വീണ്ടും സജീവമായ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതിൽ ഇവിടെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനും ഒരു വൈമുഖ്യവുമില്ല. മറ്റൊന്നുകൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏത് ഇടതുപക്ഷമാണെന്ന് താങ്കളൊന്ന് ഓർക്കണം. താങ്കൾക്ക് തന്നെ പരിചിതമായിരിക്കും നീലലോഹിതദാസൻ നാടാർ. താങ്കൾക്കും അറിയാം PJ ജോസഫ് ഒരു വിമാനത്തിൽ വെച്ച് ഒരു സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറി എന്ന ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ പ്ലെയിൻ ലാൻഡ് ചെയ്തത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സ്വന്തം സഹപ്രവർത്തകയായ ഒരു ഉദ്യോഗസ്ഥ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ നീണ്ട കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർന്നുപോയി. നീലലോഹിതദാസൻ നാടാരുടെ മന്ത്രിസ്ഥാനം എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ ഏതെങ്കിലും ദുർബലമായ ഒരു കേസുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള അധമന്മാരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ശരി, ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരുന്നില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ AK ശശീന്ദ്രന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മുകേഷിന്റെ കാര്യത്തിൽ, നീലലോഹിതദാസൻ നാടാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല. ജോസഫിന്റെ കാര്യത്തിലായാലും ആ വിമാനത്തിലുണ്ടായിരുന്ന സ്ത്രീ എന്ന് പറയുന്നത് പ്രബലയായ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ചൂണ്ടിക്കാട്ടിയ ഉടനെ അങ്ങ് LDF ഇവരുടെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തണ്ട. അപ്പോഴാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. ഇവിടെ ഒരു വ്യക്തി പോലും ഇല്ല മുന്നിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ഈ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വന്നപ്പോൾ പരാതിക്കാരി പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെയും പ്രതിരോധിക്കാമല്ലോ. അതിനെ എങ്ങനെയാണ് LDF നോക്കിക്കാണുന്നത്? നോക്കൂ, ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചതുപോലെയല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമല്ല. ഇത് താങ്കളടക്കമുള്ള കേരളത്തിലെ മാധ്യമ മേഖല ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പൊതുവിഷയമാണ്. ഇത് ഏതെങ്കിലും ഒരു യുവതിയിൽ നിന്ന് മാത്രമുണ്ടായ ഒരു ആരോപണമായിരുന്നുവെങ്കിൽ അത്തരം ഒരു ആരോപണത്തെ നമുക്ക് ആ നിലയിൽ കാണാമായിരുന്നു. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ ഇന്ന് K മുരളീധരൻ, കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറായ ലീഡർ K മുരളീധരൻ തന്നെ വാർത്താലേഖകരോട് പറഞ്ഞിരിക്കുന്നു, പൊട്ടിത്തെറിയുണ്ടാക്കുന്ന വലിയ വാർത്തകൾ ഇതിനു പിന്നാലെ വരാനിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയേഴിലെ ഐസ്ക്രീം കേസിന് സമാനമായി കേരളത്തിലെ മനസ്സാക്ഷിയെ, സ്ത്രീത്വത്തെ, പൊതുജീവിതത്തെ, ഞങ്ങളെപ്പോലെയുള്ള വിശുദ്ധിയുള്ള പൊതുപ്രവർത്തകരെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കോൺഗ്രസ് പോലും ന്യായീകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ നാം ഏതർത്ഥത്തിൽ ന്യായീകരിക്കപ്പെടണം? ശരി ശരി, താങ്കളിലേക്ക് എത്താം. കോൺഗ്രസിന്റെ പ്രതിനിധിയായ ദീപാനിലേക്ക് കൂടി പോവുകയാണ്. ശ്രീമതി ദീപാനിൽ, കോൺഗ്രസ് നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ KPCC AICCയെ അറിയിച്ചിട്ടുണ്ട്
രാഹുൽ രാജിവെക്കണം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നു എന്നുള്ളത്, ഈ നിലപാടിലും ഈ തീരുമാനത്തിലും സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനെതിരെ ഉണ്ടാകുന്ന ഭിന്നാഭിപ്രായങ്ങൾ, രാഹുൽ പക്ഷം ഉയർത്തുന്ന അല്ലെങ്കിൽ ഷാഫി പക്ഷം ഉയർത്തുന്ന ഭിന്നാഭിപ്രായങ്ങൾ നിങ്ങൾ ഏതു രീതിയിൽ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇങ്ങനെ ഒരു പക്ഷ അഭിപ്രായമൊന്നും ഇപ്പോ കോൺഗ്രസിലില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് എടുക്കുന്നത്. അത് നേതൃത്വത്തെ, കേരള നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, AICC അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും കാണേണ്ടത്, ഇങ്ങനെ ഒരു അലിഗേഷൻ ഞങ്ങളുടെ ഒരു MLA പേരില്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ വന്നപ്പോൾ സംഘടനാപരമായി കോൺഗ്രസ് ചെയ്തത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് ധാർമ്മികതയുടെ പേര് പറഞ്ഞ് ഇവിടെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഒരു ധാർമ്മികത പറയാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഇവിടെ വാർത്ത വായിക്കുന്ന ആള് തന്നെ അവരോട് ചോദിച്ചിരുന്നു. അപ്പോ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പ്രാഥമിക നടപടി എന്നോണം പുറത്താക്കിക്കൊണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് പ്രാഥമികമായിട്ട് പുറത്താക്കിക്കൊണ്ട്, സംഘടനാ നടപടികളിൽ നിന്നൊക്കെ, സംഘടനയുടെ എല്ലാ ഇതിൽ നിന്നും പുറത്താക്കിക്കൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുകയും അതിനുശേഷം വീണ്ടും പരാതികൾ വരികയും ഇതിലേക്ക് അന്വേഷണം നടത്തുകയും ഒരു അന്വേഷണ കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിൽ ഡീപ്പായിട്ട് പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാവൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത്. തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ പാർട്ടി എടുത്തത്. എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് ഇത്ര മടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു നേതാക്കന്മാര് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഒരു വനിതാ പ്രവർത്തകർ വന്നിട്ടില്ല. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ശ്രീമതി ദീപാനിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എത്ര നേതാക്കളാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിന്നത് എന്ന് തന്നെയല്ലേ. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ധാരാളം നേതാക്കൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചേർന്നല്ലോ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു രാജിയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ഗത്യന്തരമില്ലാത്ത രാജി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര MLA മാർക്കെതിരെ ഇതുപോലെയുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനകത്ത് മുകേഷ് എന്ന് പറയുന്ന MLA പേരിലുള്ള ഗുരുതരമായ ബലാത്സംഗ ആരോപണം ഉണ്ടായിട്ട് ആ റിപ്പോർട്ട് 4.5 വർഷക്കാലം പൂഴ്ത്തിവെച്ച് അതിന്റെ മേലിൽ അടയിരുന്ന ഒരു സർക്കാരാണ്, ഒരു സർക്കാർ സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അവർക്ക് ഒരു ധാർമ്മികതയുമില്ല. പിന്നെ MLA സ്ഥാനത്തിരിക്കുന്ന എത്ര പേരുടെ പേരിലാണ് അലിഗേഷൻസ് വന്നിട്ടുള്ളത്? ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മുകേഷിന്റെത് വന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന ഗണേഷിന്റെ KB ഗണേഷ് കുമാറിന്റെ വന്നിട്ടുണ്ട്. ഗോപി കോട്ടമുറയ്ക്കലിനെ കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ MLA എന്താണ് ഇപ്പൊ പാർട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന P ശശിയെ കുറിച്ച് വന്നിട്ടുണ്ട്. PK ശശിയെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ശശീന്ദ്രനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ കുറിച്ചും അല്ലെങ്കിൽ MLA മാരെ കുറിച്ചൊക്കെ എത്ര ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഉടനെ പക്ഷേ പൊതുസമൂഹം ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് ശ്രീമതി ദീപാനിൽ. ഇവിടെ ആശ്ചര്യത്തോടെ പരസ്പരം കണക്കുകൾ ഇങ്ങനെ കൈമാറി ഇതൊരു മത്സരമായി ചിത്രീകരിക്കുകയാണോ? പരസ്പരം കണക്കുകൾ കൈമാറി മത്സരമാക്കുകയാണോ? ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്, ഇവരിതൊക്കെ വളരെ കൃത്യമായി ചെയ്തു എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം പൂഴ്ത്തിവെച്ചവരാണ്. ഈ MLA അതിനുശേഷം മത്സരിപ്പിച്ചവരാണ്, വീണ്ടും മത്സരിപ്പിച്ചവരാണ്. അവരാണ് ഇപ്പൊ ധാർമ്മികത പറയുന്നതിലെ അടിസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ലീഡറിനെ കുറിച്ചിട്ട് അലിഗേഷൻസ് വരാം. അതുകൊണ്ടാണ് പ്രാഥമികമായിട്ട് പലരും പല ചേരിയിൽ തിരിഞ്ഞിട്ട് ഒരുപക്ഷെ രാഹുലിനെ അനുകൂലിച്ചവരുണ്ടാവാം. പക്ഷെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ ഇപ്പൊ ഒരു നേതാവിനെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നത്? ഇവിടെ CPM-ന്റെ സ്ഥാനത്ത് എന്താണ്? സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം ഉണ്ടായാൽ പോലും ആദ്യമായിട്ട് അവരെ ന്യായീകരിക്കാൻ വന്നത് ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറുമായിരിക്കും. ഇവിടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ കൃത്യമായ നടപടി പാർട്ടി തലത്തിൽ എടുത്തിട്ടുണ്ട്, സംഘടനാ തലത്തിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം MLA സ്ഥാനം എന്നുള്ള റിപ്പോർട്ട് ഇവിടെ ഏകകണ്ഠമായിട്ട് തന്നെ ഇവിടുത്തെ നേതാക്കന്മാര് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവും. ശരി, തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ജലീൽ പുനലൂർ,
രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇടതുപക്ഷത്തോട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? രാഹുൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ എല്ലാ ആർജവത്തോടും കൂടി കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചില്ലേ? പിന്നെ കോൺഗ്രസിനെ എതിർക്കാൻ LDFന് എന്ത് അധികാരം? കാരണം ഇടതുപക്ഷം ഈ വിഷയങ്ങളിലൊക്കെ എന്ത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ നടപടിയാണ് എടുത്തത് എന്നുള്ളൊരു മറു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കണക്കുകൾ നിരത്തുമ്പോൾ തുല്യം ഈ വിഷയത്തിൽ ഇങ്ങനെ മത്സരബുദ്ധിയോടുകൂടി പെരുമാറുന്ന രീതിയിലുള്ള ആശ്ചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, പ്രിയ സഹോദരിയുടെ വാദം കേട്ടാൽ ഏതോ വലിയ ധാർമ്മികമായ നടപടികൾ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു ധാർമ്മിക വശവുമല്ല. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള VD സതീശനും വിരുദ്ധരുമായിട്ടുള്ള KC വേണുഗോപാലും KC വിരുദ്ധരുമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യ ആവശ്യം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിൽ കോൺഗ്രസിന് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇത്തരത്തിൽ അവകാശപ്പെടാനുള്ളത്? ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലോക്സഭയിൽ എത്തിയത് കൈപ്പത്തി ചിഹ്നത്തിൽ. അതുപോലെ തന്നെ കോൺഗ്രസിനെ നയിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസിനേക്കാൾ പ്രബലമായ അടുത്ത പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വലങ്കയായ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഈ എല്ലാ കാലത്തും തിരുവായ്ക്കെതിർവായില്ലാത്ത കാലത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള കേസ് ഈ നിലയിൽ എത്തിക്കുന്നതിൽ കോൺഗ്രസിന് എന്തായിരുന്നു പങ്കെന്നുള്ളത് ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുന്ന സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം. കേമലത കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ സഹോദരിക്ക് ഞാനൊന്ന് പറയട്ടെ. 1997 ശേഷം 2001 ആന്റണി സർക്കാരിന്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായിട്ടുള്ള നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ ഒരു നടപടി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, 2004 ഒരു ഇരയല്ല ഒരു കൂട്ടം ഇരകൾ പേരെടുത്തു പറഞ്ഞു. ഇവിടെ രാഹുലിന്റെ വിഷയത്തിൽ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ന്യായീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇതിനുകൂടി മറുപടി പറയണം. ഒരു കൂട്ടം ഇരകൾ ഭരണവും മതവും രാഷ്ട്രീയവും മാഫിയകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കേരളം കണ്ട ഏറ്റവും വലിയ പെൺവാണിഭ കേസിലെ പ്രതിയെ രക്ഷിക്കുവാൻ ഇറങ്ങിയപ്പോൾ അതിന് ഒത്താശ ചെയ്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. അന്ന് ഇവിടെ പറഞ്ഞെന്തോന്നറിയാവോ? ഇത് പ്രവാചകന്മാർ നേരിട്ട പരീക്ഷണമാണ് ഞാൻ നേരിടുന്നെന്ന് പറഞ്ഞ ഒരു വ്യവസായ മന്ത്രിയായിരുന്നു അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രവാചകനും ഇവിടെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടില്ലെന്നും ഇതൊക്കെ ചില അധമന്മാരുടെ പ്രവൃത്തികളാണെന്നും MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നും പറയാൻ നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനെ ഞങ്ങളന്ന് കണ്ടിട്ടില്ല. അത്തരത്തിൽ ഉള്ള ഒരു കാലത്താണ് PJ ജോസഫിനെയും നീലലോഹിതദാസൻ നാടാരെയും മന്ത്രിസ്ഥാനം തെറിപ്പിച്ച മുന്നണിയാണ് ഇടതുപക്ഷം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ PK ശശിയുടെ വിഷയത്തിൽ ആരാ ന്യായീകരിച്ചത്? ഒരു കാലത്ത് CPM-ന്റെ തലതൊട്ടപ്പനായ PK ശശി പാർട്ടി നടപടികളുടെ പേരിൽ ഇന്ന് എവിടെത്തി? ഇന്നൊരു സാധാ പാർട്ടി മെമ്പറായി നിൽക്കുക. P ശശി ഇത്ര കാലം എവിടായിരുന്നു? P ശശിയെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു സീനിയർ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒരു നേതാവിനെതിരെ ഒരു കൂട്ടം യുവതികളല്ല, ഒരു യുവതി ഒരു പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ച മുന്നണിയാണ് ഇടതുപക്ഷം, പാർട്ടിയാണ് CPM. പിന്നെ താങ്കൾ പറഞ്ഞ ശശീന്ദ്രന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആഭാസന്മാർക്കെതിരായിട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാര്യം കൂടി ശ്രീ ജലീൽ പുനലൂർ, AK ശശീന്ദ്രൻ രണ്ടാം മന്ത്രി പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിയാണ്. മുകേഷ് ഈ ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടും MLA സ്ഥാനം രാജിവെക്കാതെ തൽസ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സർവ്വവിധ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇങ്ങനെ വിലസുന്നുണ്ട്. അത് പോലീസ് ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തുവരുന്ന വാർത്തയാണ്. PK ശശിയുടെ കാര്യത്തിൽ സ്ഥാനമാറ്റം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ CPM-ന്റെ പല കമ്മിറ്റികളിലും സ്ഥാനമാറ്റത്തിലുപരി അദ്ദേഹം അവിടെ എല്ലാം പങ്കെടുത്തു എന്നുള്ളതുമൊക്കെ വാർത്തയായ ചരിത്രവുമാണ്. എന്തായാലും അവരൊക്കെ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താങ്കളിലേക്ക് എത്താം, മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ കോൺഗ്രസും CPM-ഉം ഒക്കെ
പരസ്പരം മത്സരിക്കുകയാണ് കണക്കുകൾ പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഇത്ര MLA മാർ സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ പീഡന പരാതിയിൽ അകപ്പെട്ടില്ലേ, അപ്പോൾ ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചില്ലേ, അപ്പോൾ തിരിച്ചു പറയുന്നത് നിങ്ങളുടെ ഇത്ര MLA മാർ ഉണ്ടായില്ലേ എന്നുള്ളതാണ്. ഇതിൽ ഇനി ഇത് ഒരു ഇര പോലും ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളൊരു ആർജവത്തോടുകൂടി മറുപടി പറയേണ്ട ചുമതല ആർക്കാണ്? തീർച്ചയായും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം ശ്രീ പ്രിന്റോ. ഒന്നാമത് രണ്ട് മുന്നണികൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുമ്പോഴും ഇവിടെ അപമാനിക്കപ്പെടുന്നത് കേരളത്തിന്റെ സമൂഹവും കേരളത്തിന്റെ സ്ത്രീത്വവുമാണ്. അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ കണ്ണീരുകൾ കാണാതെ ഇവിടെ പരസ്പരം PK ശശി അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഗണേഷ് കുമാർ ഇങ്ങനെയായിരുന്നു, മുകേഷ് അങ്ങനെയല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനും ഇങ്ങനെയാകാം എന്നൊക്കെ ദീപാനിലും ജലീൽ പുനലൂരും പരസ്പരം പറയുന്ന സമയത്ത് ഇവർ സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തെയാണ് അപമാനിക്കുന്നത്, സ്ത്രീത്വത്തെയാണ് അപമാനിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ഭാരതത്തിന്റെ ഒരു നീതിബോധം അല്ലെങ്കിൽ ഈ രാജനൈതിക രംഗത്തൊക്കെ തന്നെ എല്ലായ്പ്പോഴും വ്യക്തിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വ്യക്തിശുദ്ധിയോടൊപ്പം തന്നെ ഈ മാനസിക ആരോഗ്യവും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അനിവാര്യമാണ്. ഈ സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, ഗണേഷ് കുമാർ ആയിക്കോട്ടെ, ഇവർക്ക് സത്യത്തിൽ ഈ ഹൈപ്പർ സെക്ഷൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളാണ്. അപ്പൊ അതിനകത്തും ഈ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിനിധി സഭയ്ക്കകത്ത് ഇരിക്കാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ആളുകളാണ്. ഇവർക്ക് സത്യത്തിൽ വലിയ മാനസിക രോഗത്തിന് ചികിത്സിക്കേണ്ടതിന് പകരം ഇവർക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പല ഈ വലത് ഇടത് മുന്നണികൾ തയ്യാറായിട്ടുള്ളത്. സത്യത്തിൽ കേരള സമൂഹം ഇവർക്കൊക്കെ സത്യത്തിൽ മാനസിക ആരോഗ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് നടത്തി ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ ഗോവിന്ദൻ സ്വാമിയുടെ അതേപോലെ തന്നെ മാനസിക ആരോഗ്യ പ്രശ്നമുള്ള ആളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും. ഗോവിന്ദസ്വാമിയും രാഹുൽ മാങ്കൂട്ടനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവർ പരസ്പരം നോക്കുക. ഈ ഗോവിന്ദസ്വാമി അദ്ദേഹത്തിനെ ഇതിൽ ഇവർക്ക് ന്യായീകരിക്കാൻ സാധിക്കും. അത് കാര്യം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹം വന്ന വഴികൾ, അദ്ദേഹത്തിന്റെ സഞ്ചാര പദങ്ങളിലൊക്കെ തന്നെ അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സത്യത്തിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മാനാഭിമാനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് അദ്ദേഹം ചിലപ്പോൾ രാജിവെക്കാൻ തയ്യാറാകില്ല. ഒരു MLA സ്ഥാനത്ത് കടിച്ചുപോയി നിൽക്കാനായി വ്യക്തിപരമായി അദ്ദേഹം ആഗ്രഹിക്കുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. രാജ്യത്തിലെ പൊതുസമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിലെ നേതാക്കന്മാർ. അതുകൊണ്ടാണല്ലോ ജനാധിപത്യം. ഒരിക്കൽ ലാൽകൃഷ്ണ അദ്വാനി അദ്ദേഹത്തിന്റെ പേര് ഒരു ഡയറിക്കകത്ത് LK എന്നത് കണ്ടതിന്റെ പേര് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച സാഹചര്യമുണ്ട്. ഇപ്പൊ AK ആന്റണി പോലും അദ്ദേഹത്തിന്റെ എതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ കേരളത്തിൽ രാജിവെച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളുടെ ഒരു രാജനൈതിക രംഗത്ത് എപ്പോഴും ശുദ്ധീകരണ പ്രക്രിയയിലുള്ള ആളുകളായിരിക്കണം അതിന്റെ നേതാക്കന്മാർ വരേണ്ടത് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ഉറപ്പ് നൽകേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കുക എന്നുള്ളതാണ് KPCC നേതൃത്വവും അതോടൊപ്പം KPCC പ്രസിഡന്റും പ്രതിപക്ഷ ഇവിടെ അങ്ങേറ്റം ഗൗരവതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ആരോപണങ്ങളോടൊപ്പം തന്നെ ചില ഗ്രൂപ്പ് കളികളും സജീവമായി എന്ന് പറയണ്ടേ കോൺഗ്രസിനുള്ളിൽ. കാരണം രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് DCCയിലടക്കം ചിലർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് ഷാഫി പക്ഷം പറയുന്നു. മറുപക്ഷം, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല പക്ഷം, KC വേണുഗോപാൽ പക്ഷം, ഇവരുമൊക്കെ തന്നെ സജീവമായി നിൽക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പക്ഷമൊന്നും പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ഈ അടുത്ത മണിക്കൂറിൽ ശ്രദ്ധിച്ചിരിക്കും. വളരെ ഭയത്തോടു കൂടിയാണ് സ്ത്രീകൾ പലരും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട കുറിപ്പ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് സംശയമൊന്നുമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഈ അവസരം മുതലെടുക്കുന്നുണ്ട് ചിലർ കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നോക്കൂ, ശ്രീ KC വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എനിക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വമോ ഒന്നും വഹിക്കുന്ന ആളല്ല. അവരുടെ ഭർത്താവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെന്നുള്ള രീതിയിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഉത്തരം പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വമോ എനിക്കില്ല എന്ന് ഞാൻ ജനം TVയോട് പറയുകയാണ്. പിന്നെ ഷാഫി പറമ്പിലിന്റെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റവരുടെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, പ്രവർത്തകർ രാജിവെക്കുമെന്ന് പറയുന്നു എന്നൊന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. ജനം TVക്ക് എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി ശ്രീ പിന്റു മഹാദേവ് ഇവിടെ വന്നിട്ട് പറയുകയുണ്ടായി. ശ്രീമതി ദീപാനിൽ, പാലക്കാട് DCCയിലെ 4 അംഗങ്ങൾ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ താങ്കൾ രാജിവെക്കും ഇന്നലെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ ഭിന്ന അഭിപ്രായങ്ങൾ എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നടക്കില്ല.
എന്നോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അത് പൂർണ്ണമായിട്ട് അത് പറയാനായിട്ട് അനുവദിക്കണം. അതിനിടയിൽ നിങ്ങളുടെ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നതിന് കാര്യമില്ല. അത് നിങ്ങളുടെ അജണ്ട എന്നിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് എന്നെ ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ശ്രീ പിന്റു മഹാദേവ് പറയണ്ടായി ഇവിടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്. നമ്മൾ കേരളം മാത്രം എടുക്കണ്ട, വലിയൊരു ലാർജ് ഫ്രെയിമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തെ എടുത്തു നോക്കൂ. ബ്രിജേഷ് ഭൂഷൺ എന്ന് പറയുന്ന നിങ്ങളുടെ MP യെ കുറിച്ചിട്ട് എത്ര പരാതികളാണ് സ്പോർട്സ് താരങ്ങളിൽ നിന്ന് വന്നത്. അവിടെ എത്ര ദിവസമാണ് ജന്തർ മന്ദറിൽ അവര് സമരമിരുന്നത്. അവര് കഷ്ടപ്പെട്ട് നേടിയെടുത്ത മെഡലുകൾ പോലും ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന, തീർത്തും സ്ത്രീ പീഡകനായിട്ടുള്ള ബലാത്സംഗ കേസ് പോലും ആരോപിക്കപ്പെട്ട ആ ബ്രിജേഷ് ഭൂഷണിനെതിരെ എന്ത് നടപടിയാണ് BJP എടുത്തത്? അങ്ങോട്ട് പോട്ടെ, പോക്സോ കേസിൽപ്പെട്ട യെദ്യൂരപ്പയ്ക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? എന്തെങ്കിലും നടപടി എടുത്തോ? അതിന് പകരം പാർട്ടിയിലെ ഉന്നത സ്ഥാനം അദ്ദേഹം തുടർന്നുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കോൺഗ്രസ് അതിന്റെ ധാർമ്മികത കാണിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ മാന്യതയും മര്യാദയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞ കാര്യം, ഇവിടെ ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഉടനെ പറയുകയാണ് അത് ഗ്രൂപ്പിസം കൊണ്ട് പറയുകയാണെന്ന്. എന്താ രാഹുൽ രാജിവെക്കണ്ടേ? പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ആരാണ്? കോൺഗ്രസ് ആണോ? ഇവിടെ CPM അല്ലേ, LDF അല്ലേ ഭരിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് ശ്രീ പിണറായി വിജയനല്ലേ? അദ്ദേഹത്തിന്റെ പോലീസ് അല്ലേ നടപടി എടുക്കേണ്ടതും അന്വേഷിക്കേണ്ടതും? അത് കോൺഗ്രസ് ആണോ ചെയ്യേണ്ടത്? ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നു, സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഗുരുതരമായ ആരോപണമാണെന്ന് അറിഞ്ഞതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം, ജനപ്രതിനിധി എന്ന സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ജലീൽ പുനലൂർ ഇപ്പൊ പറഞ്ഞ അവരുടെ പാർട്ടിയിലെ ആഭാസന്മാർ, ഞാനല്ല പറഞ്ഞത് ആഭാസന്മാർക്ക്, അദ്ദേഹമാണ് പറഞ്ഞത്. ഈ ആഭാസന്മാരൊക്കെ ഈ ആഭാസത്തരം കാണിച്ചപ്പോ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ താഴോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളെ ഇനി ഇതിന് മേളിലേക്ക് എവിടെയാ കയറ്റി വെക്കാനുള്ളത്? അതുപോലെ തന്നെ മുകേഷ് MLA എവിടെയാ ഇപ്പൊ ഇരിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പോലെയുള്ള ഗുരുതരമായ ആരോപണം. പിന്നെ ഒരു കാര്യം പറയാം, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു കൂട്ടം സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും അത് പീഡനം തന്നെയാണ്. അതിനൊന്നും വ്യാപ്തിയും തീവ്രതയും ഒന്നും കൂട്ടേ കുറയ്ക്കല്ല. പിന്നെ ഈ തീവ്രത അളക്കാനായിട്ടുള്ള മെഷീനുമായിട്ട് ഞങ്ങൾ ഒരു നേതാക്കന്മാരെ ഈ സ്ത്രീകളുടെ അടുത്ത് വിട്ടിട്ടില്ല. ഞങ്ങൾ തീരുമാനമെടുക്കുക, അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്ക് നടപടി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പാർട്ടിയും കോടതിയും പോലീസും ഒക്കെ സ്വന്തമായിട്ടുള്ളവർ അങ്ങനെ പലതും പറയുമായിരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും വീണ്ടും മത്സരിച്ചില്ലേ, MP ആയില്ലെന്ന് ചോദിക്കുമ്പോ കാസർകോട്ടെ ജനങ്ങളെ ഇവരെന്താ വിചാരിക്കുന്നത്? കാസർകോട്ടെ ജനങ്ങൾ വോട്ട് ചെയ്താണ് രാജ്മോഹൻ ഉണ്ണിത്താനെ MP ആക്കിയത്. ഞങ്ങൾ ഒരു സീറ്റ് കൊടുത്തു, കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് കൊടുത്തു, അവിടെ വിജയിപ്പിച്ച് 2 പ്രാവശ്യം MP ആക്കിയത് അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ധാർമ്മികതയെ കൂടിയല്ലേ ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്? ഒരു ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കാനായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനായിട്ട് എന്ത് വിളിച്ചു പോവാന്നാണോ ഇവരുടെയൊക്കെ വിചാരം? ഒന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാൽ ജനസമൂഹത്തിന് അറിയാം, തികച്ചും ധാർമ്മികമായ ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്തെ നീതിയുക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെയാണെങ്കിൽ ശ്രീമതി ദീപ അനിൽ, ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും ആർജവവും ധാർമ്മികതയും ഒക്കെ ആദ്യ മണിക്കൂറുകളിൽ എവിടെയായിരുന്നു എന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് മുതിർന്ന നേതാക്കൾ അടക്കം എത്തിച്ചേരുന്ന ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ധാർമ്മികത പൊതുസമൂഹത്തിൽ കോൺഗ്രസിനില്ലായിരുന്നു. അതല്ല, ഈ ധാർമ്മികത പെട്ടെന്ന് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഉടലെടുത്തതാണോ ശ്രീമതി ദീപ? എന്താണ് ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. താങ്കൾ എന്റെ ഉത്തരങ്ങളിൽ കയറി ഇടപെടുകയും എന്നോട് ഒരു അവതാരകരായിരിക്കുമ്പോ ഒരു ചേരിയുടെ ഭാഗമായിട്ട് നിന്നല്ല, നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി ദീപ അനിൽ, താങ്കൾ പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ധാർമ്മികതയൊക്കെ ആർജവവും ഒക്കെ ആദ്യ മണിക്കൂറുകളിൽ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറിൽ തന്നെയല്ലേ സംഘടനാ സംവിധാനത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയത്? അതെ, അപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണം. അല്ല, ഞാൻ പറയട്ടെ, ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആള്, ഒരു ജനപ്രതിനിധി, ഇത്രയധികം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി, അവർക്ക് കോൺഫിഡൻസ് ഇയാളുള്ളത് കൊണ്ടാണല്ലോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതേ കോൺഫിഡൻസ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ
കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരുന്നു. അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ പാർട്ടിയുടെ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടാത്ത ആളെ പിന്നെ എന്തിനാ ജനങ്ങൾക്ക് വേണം? ജനം ടി വി നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടാത്ത ഒരാളെ ജനം ടി വി ആണെന്ന് വിചാരിച്ച് ഇന്റർഫിയർ ചെയ്യരുത്. ജനം ടി വി ആണെന്ന് വിചാരിച്ച് BJP-ക്കാർ കൂടുതൽ ശബ്ദം ഉയർത്തരുത്. പറഞ്ഞു നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടാത്ത ഒരാളെ നിങ്ങൾ എന്തിനാണ് ജനപ്രതിനിധിയായിട്ട് വെച്ചിരിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരാളാണ്. ആദ്യം കോൺഗ്രസിന്റെ കൈപ്പത്തി നിങ്ങൾ രാജിവെക്കാൻ പറയുക അദ്ദേഹത്തിനോട്. അതല്ലേ നിങ്ങളുടെ മര്യാദ? രാജിവെക്കാനുള്ള തീരുമാനം തന്നെ എടുത്തേക്കണം. ഇവിടെ എന്തിനാണ് നിങ്ങൾ വൈകുന്നത്? എന്തിനാണ് വൈകുന്നത്? നിങ്ങൾ സ്ത്രീ സമൂഹത്തിന്റെ സംരക്ഷകരാണെങ്കിൽ, സ്ത്രീത്വത്തിനെ പറ്റി വാദിക്കുന്നവരാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആളുകൾ രാജിവെക്കണമെന്ന് ഉറക്കെ പറയൂ. അതിനൊന്ന് അങ്ങേക്ക് മടി. കോൺഗ്രസിന്റെ ഒരു MP യെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു. ഇവിടുത്തെ ഇന്നത്തെ അമ്മയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ശ്രീ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടി എന്താ അമ്മയുടെ കേസല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അമ്മയുടെ കേസ് അല്ലെങ്കിൽ അമ്മയുടെ കേസ് പോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ കോൺഗ്രസുകാരുടെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മേഡം. ഇത് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് വരുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കണ്ണീരിൽ നിന്നാണ് നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ ജന്മെടുത്തിട്ടുള്ളത്. അതിന്റെ ചരിത്രം തന്നെ അതാണ് മേഡം. അതിന്റെ പേരിലുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ശരി, അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ തിരിച്ചടി നേരിടും എന്ന് കണ്ടതുകൊണ്ടല്ല. ആദ്യ മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി മാത്രം രാജിവെച്ച് ഒതുക്കി തീർക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ വാട്സാപ്പ് ചാറ്റുകളും അതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് എടുത്ത തീരുമാനം. പക്ഷേ അതൊക്കെയാണ് കോൺഗ്രസിന്റെ ആർജവവും ധാർമ്മികതയുമായിട്ടൊക്കെ ഈ അവസാന മണിക്കൂറിൽ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ ഒരു ജനപ്രതിനിധി ലൈംഗിക ആരോപണ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി വിഷയത്തിൽ പെടുമ്പോൾ സാധാരണയായി കണ്ടുവരുന്നത് ഇരുപക്ഷവും ചേർന്ന് നിങ്ങൾക്ക് ഇത്ര ആളുകളില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നീ ഒരു തീരുമാനം എടുത്തില്ലേ എന്ന് നിരന്തരം ആവർത്തിക്കുന്നതാണ്. താങ്കളും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ മറ്റുള്ള നേതാക്കൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കളെയാണ്. പക്ഷേ ഒരു മാതൃകാപരമായ രീതിയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന തലത്തിലേക്ക് ആയിരിക്കണം ഒരു ജനപ്രതിനിധിയുടെ പെരുമാറ്റം. അതനുസരിച്ചുള്ള ചട്ടക്കൂട്ടിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സന്ദേശമായി നൽകാൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾക്കൊന്നും ഇതുവരെ സാധിക്കാത്തത്? ഇതിന് കൃത്യമായി അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടോ താങ്കൾ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. നയനാർ സർക്കാരിന്റെ കാലത്തുണ്ടായ PJ ജോസഫ് കേസ് മുതൽ ഇങ്ങേയറ്റം P ശശിയുടെ വിഷയം വരെ, അപ്പോൾ പോലും അതിനെ വസ്തുതാവിരുദ്ധമായി വഴിതിരിച്ചു വിടാനാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയും താങ്കളടക്കമുള്ളവർ ശ്രമിക്കുന്നത്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ വലിയ ആശ്ചര്യകരമായി തോന്നുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കളോട് തന്നെ ചോദിക്കുന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി, രാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രി എന്ന് BJP പറയുന്ന അമിത്ഷാജി, ഇവർ രണ്ടുപേരും കുറ്റാരോപിതർ മാത്രമല്ല, അമിത്ഷാജി തടവിൽ പാർപ്പിക്കപ്പെട്ട ആളാണ് കുറ്റാരോപണത്തിന്റെ പേരിൽ. കാലാകാലത്തേക്കും കുറ്റാരോപിതരെ തടവിൽ പാർപ്പിക്കാനോ അവരെ കളങ്കിതരായി പൊതുരംഗത്ത് മാറ്റി നിർത്താനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ? മോഡിജിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാമെങ്കിൽ അമിത്ഷായ്ക്ക് അതും ഏത് കേസാ? കൂട്ടക്കൊലയുടെ കേസുകളിലാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളാമെങ്കിൽ P ശശിയെ പോലെയുള്ള ഒരാൾക്കെതിരെ ഒരു യുവതി കൊടുത്ത ഒരു പരാതി, ആ പരാതിയുടെ മെറിറ്റ് പരിശോധിച്ചു. അതിന്റെ അന്വേഷണം നടക്കുന്ന കാലയളവിൽ മുഴുവനും അദ്ദേഹത്തെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചു. അദ്ദേഹം തലശ്ശേരിയിൽ പോയി തന്റെ പഴയ വക്കീൽ പണി നോക്കി. എല്ലാം കഴിഞ്ഞു 1-2 വർഷമല്ല, ദശാബ്ദങ്ങൾക്ക് ശേഷം അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി. തിരിച്ചു വന്നാൽ സ്വീകരിക്കേണ്ടെന്നാണോ നിങ്ങളുടെ പക്ഷം? അപ്പൊ ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാൻ കോൺഗ്രസിനെ കൂടുതൽ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിക്കൊക്കെ ഇപ്പോഴാണോ ഈ ധാർമ്മികതയും ഗാന്ധിസവും ഒക്കെ മനസ്സിലായത്? എന്നെ ആശ്ചര്യപ്പെടുത്തുക. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദേഹം എന്ന് പറയുന്നത് ഒരു ദേവാലയമാണ്. ദേവാലയത്തോട് കാട്ടുന്ന എല്ലാ സ്നേഹ ബഹുമാന ആദരവുകളും കാട്ടേണ്ട ഒരു സ്ഥലമാണ് അവനവന്റെ ദേഹം എന്ന് പറയുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോഴാണോ രാഹുൽ മാങ്കൂട്ടത്തിനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ക്ലാസ് എടുക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്ത്രീത്വത്തെ കുറിച്ച് താങ്കൾ ഇങ്ങനെ വാചാലയാവുന്നുണ്ടല്ലോ. നിലമ്പൂരിൽ DCCയുടെ ഓഫീസിലാണ്
രാധ എന്ന് പറയുന്ന ഒരു സഹോദരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുക മാത്രമല്ല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയാ കോൺഗ്രസിലെ പ്രതികൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? ആ പ്രതികളാക്കപ്പെട്ടവർ പിന്നീട് തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണി വിജയം നേടി അധികാരത്തിൽ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മോഡിയെയും അമിത്ഷായെയും ഒക്കെ എതിർക്കാൻ സാധിക്കുന്നത്? താങ്കളുടെ വാദം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കുറ്റക്കാരൻ ഈ നാട്ടിൽ 2 പ്രാവശ്യം MP ആയില്ലേ, ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ എന്നാ? അങ്ങനെയുണ്ടെങ്കിൽ മോഡിയെയോ അല്ലെങ്കിൽ അമിത്ഷാജിയോ നമുക്ക് വിമർശിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ ഇപ്പോൾ ഈ ധാർമ്മികതയും ഗാന്ധിസവും ഒക്കെ കോൺഗ്രസിന് ഉയർന്നു വന്നിരിക്കുന്നത് അതിനോടുള്ള പ്രതിബദ്ധതയൊന്നുമല്ല, മറിച്ച് നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നില മാറ്റിയിട്ട് നിഷ്പക്ഷമായിട്ടൊരു കാര്യം പറയട്ടെ. ഏറ്റവും മഹനീയമായിരുന്നു കേരളത്തിന്റെ പൊതു പ്രവർത്തന മേഖല. ഉള്ള സമ്പത്ത് മുഴുവൻ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവര് കാട്ടിത്തന്ന ഒരു മഹാമാതൃകയുണ്ട്. 50,000 പറ നെല്ലിന്റെ ആസ്തി ഉണ്ടായിരുന്ന അദ്ദേഹം അവസാനം മകളുടെ വാടക വീട്ടിൽ കിടന്നിട്ടാണ് മരിക്കേണ്ട ഗതികേട് വന്നത്. ആ നാട്ടിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ എത്ര പെട്ടെന്നാണ് കോൺഗ്രസിന്റെ അപ്പോസ്തലന്മാരായി മാറിയത്? ആരാണ് ഇതിന് പിന്നിൽ? പാർട്ടിക്ക് വേണ്ടി ഇത്രയും ത്യാഗോജ്വലമായ ജീവിതം നയിച്ച വേറെ ഒരുപാട് നേതാക്കളുണ്ടോ? രമേശ് ചെന്നിത്തലയും K മുരളീധരനെയും ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ റീൽസിന്റെ വക്താക്കളായ രാഹുൽ ജിയൊക്കെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ്? ഒന്നുകൂടി കോൺഗ്രസ് ചിന്തിക്കണം. റാഡോ വാച്ചും ഇന്നോവ കാറും പളുപളുത്ത കതറും നോട്ടുകെട്ടിന്റെ വലിപ്പവും ഒക്കെ സ്ഥാനാർത്ഥിത്വത്തിന്റെയും ഭാരവാഹിത്വത്തിന്റെയൊക്കെ പൊതുമാനദണ്ഡമാകുന്ന ഒരു നശിച്ച കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് കോൺഗ്രസിന് ഒരു തിരുത്തൽ ശക്തിയാകാൻ ലഭിച്ച ഒരു പുണ്യാവസരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കോൺഗ്രസ് കാണണം. മറിച്ച് കേവലം ഒരു പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിന്റെ ജയപരാജയങ്ങളായി നോക്കിക്കാണുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മറ്റൊരു UP ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, തിരുത്തലും ധാർമ്മികതയും ഒക്കെയാണോ അതോ വെട്ടിനിരുത്തൽ തന്നെ ആയിരുന്നോ എന്നുള്ളത് ഇനി തെളിയാനിരിക്കുന്ന കാര്യം മാത്രമാണ്. ചർച്ചയിലേക്ക് ശ്രീ പ്രന്റു മഹാദേവ്. നിരവധി അശ്ലീല ചുവയോടുകൂടിയുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതോടൊപ്പം തന്നെ വളരെയധികം ഗൗരവ സ്വഭാവമുള്ള ടെലിഫോൺ സംഭാഷണങ്ങളൊക്കെയാണ് പൊതുസമൂഹത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതൊക്കെ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലെ പലർക്കും അറിയാമായിരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം KSU വനിതാ പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധാർമ്മികതയൊക്കെ ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെ ഉടലെടുത്തു എന്നുള്ളതാണ്. ഈ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഒരു ക്രിമിനൽ കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തിന് അതിൽ എല്ലാവിധ ആക്ടിവിറ്റിയും ചെയ്യുന്ന സംഘങ്ങളിലെ ഒരാളാണ് ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ ഷാഫി അടക്കം അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന KSUവിന്റെ കാലഘട്ടം പോലെ തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പരാതികളുള്ള ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ പാലക്കാട് പോലെയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ഏറ്റവും നല്ല ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അവർക്ക് ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് അവരുടെ പാർട്ടിയുടെ എല്ലാവിധ ഗിമിക്കുകളും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിജയിപ്പിക്കുകയാണ്. വിജയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കേസുകളിൽ പെടുന്ന സമയത്ത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അതിനകത്ത് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് മാറ്റേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിനും അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം VD സതീശന്റെയും ഷാഫിയുടെയും ഒക്കെ തന്നെ പല കാര്യങ്ങളും അറിയുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും VD സതീശനൊന്നും ഇദ്ദേഹത്തിന് കൈവിടാൻ സാധിക്കില്ല. പിന്നെ നേരത്തെ ദീപാനിൽ പറയുന്നു ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാരെന്നൊക്കെ പറഞ്ഞാൽ അഗ്നിശുദ്ധി വരുത്തിയവരാണെന്ന്. ദീപാനിൽ എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക? ഈ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ സോളാർ കേസിനകത്ത് സരിതാ നായർ പറഞ്ഞ MLA-മാരുടെയും മന്ത്രിമാരുടെയും കണക്കെത്രയാണ്? ഉമ്മൻചാണ്ടിക്ക് പോലും ആരോപണങ്ങൾ വന്നു. ഇവരുടെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ പരാതി ഉണ്ടായി. അന്നത്തെ AP അനിൽകുമാറിനെതിരെ പരാതി ഉണ്ടായി. അന്ന് സരിത മൊഴി നൽകാത്ത ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് നിങ്ങൾ വലിയ മാനാഭിമാനത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അന്നേ അറിയാം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അത് നെഹ്റുവിൻ കാഴ്ചപ്പാടാണ്. നെഹ്റുവിന്റെ കാലഘട്ടം മുതലേ ഉള്ള ഈ പറയുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നതിനെ ഭോഗവസ്തുവായി കണ്ടുകൊണ്ട് ഇതാണ് ഈ കോൺഗ്രസിനും നെഹ്റുവിൻ കൺസെപ്റ്റ് ആണത്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ നെഹ്റുവിനാണ് ഞാൻ എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യാദൃശികമായിട്ട് എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അദ്ദേഹം നെഹ്റുവിന്റെ പാരമ്പര്യത്തിന്റെ വക്താവായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് ഈ സന്മാർഗത്തെ കുറിച്ചോ സദാചാരത്തെ കുറിച്ച് പറയാൻ ഒരു അർഹതയുമില്ല. കളങ്കിതരായിട്ടുള്ള ലൈംഗിക ആരോപണ വിധേയരായിട്ടുള്ള അഴിമതിക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് കൂടാരമാണ് UDF. നോക്കൂ, പ്രതിപക്ഷത്തിന് ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം നോക്കൂ, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ പ്രതിയായിരുന്നില്ലേ, ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുക, UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ സ്ത്രീ സംരക്ഷകരല്ല, സ്ത്രീകളെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു പറ്റം ദുഷ്പ്രഭുക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് UDF-നെ പൊതുസമൂഹം കാണുന്നത്. പിന്നെ നേരത്തെ LDF-ന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞു, ഞങ്ങൾ വ്യക്തിശുദ്ധി വരുത്തിയത് കൊണ്ടാണ് P ശശിയെ തിരിച്ചെടുത്തത്. എങ്ങനെയാണ് വ്യക്തിശുദ്ധി വരുത്തിയത്? അദ്ദേഹം ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴി തിരുത്തി മേടിക്കുക, പാർട്ടിയുടെ കോടതി ഇടപെടുക, എന്നിട്ട് കൊടുത്ത കേസുകൾ പിൻവലിപ്പിക്കുക. ഇതാണ് വ്യക്തിശുദ്ധി. ഇത് P ശശിയുടെ മാത്രമല്ല, P ശശി, PK ശശി, ഗോപി കോട്ടമുറിക്കൽ, നമ്മുടെ MV ജയരാജൻ, ഇങ്ങനെ ഒരു ഡസനോളം CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഈ ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കേണ്ടതയോ ലീവ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്ക്, കളങ്കിതരായിട്ടുള്ള ഒരു മന്ത്രിയല്ലേ KB ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിനെ വെച്ചിട്ടാണ് മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ശശീന്ദ്രനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ മുകേഷ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരും പരസ്പരം പഴിചാരുമ്പോഴും ഇവിടത്തെ മുറിവേൽക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സ്ത്രീത്വത്തിനെയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായി കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. നേരത്തെ ഈ ജലീൽ പുനരൂര് ഈ യെദ്യൂരപ്പയുടെ ഒരു ആരോപണം പറയുന്നത് കേട്ടു. യാതൊരു വസ്തുതാ വിരുദ്ധവും ഇല്ലാത്ത ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ മൊഴി കൊടുത്തുള്ളത്. അത് വിശ്വാസയോഗ്യമല്ല എന്ന് കണ്ടിട്ട് കോടതിയാണ് അദ്ദേഹത്തിന് യാതൊരു കുറ്റക്കാരനല്ല എന്ന് കണ്ടത്, പോലീസും കോടതിയുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അമിത്ഷായുടെ കാര്യത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു, അമിത്ഷാ ഏത് കേസിൽ പ്രതിയായിരുന്നു എന്നാണ് പറയുന്നത്. അമിത്ഷായെ സംബന്ധിച്ച് അമിത്ഷാക്കെതിരെ ആരോപണം വന്ന സമയത്ത് അദ്ദേഹം ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിനെ ഈ തടങ്കറയിലേക്ക് ആക്കിയവര് അദ്ദേഹത്തിന് 1.5 വർഷത്തോളം ജയിലിനകത്തേക്ക് അടച്ചിട്ടു. പക്ഷെ ആ കേസിനകത്ത് ഒരു കോടതിക്കും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരപരാധിയായ ഒരു വ്യക്തിയാണ് അത് ഉണ്ടാക്കിയത്. ആ കേസിനെ, ഈ ശശിയുടെ കേസിനെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കേസിനെയും താരതമ്യം ചെയ്യുന്നതിന്റെ അർത്ഥശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. അത് എങ്ങനെയാണ് ജലീൽ അത് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആവശ്യം രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് രാജിവെച്ചാൽ അത്രയും നല്ലത്. കാരണം ഇവിടെ അപമാനിക്കപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തുടരുമ്പോൾ ഇവിടെ അപമാനിക്കപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്ത്രീത്വമാണ്. സ്ത്രീത്വത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സർക്കാരും ഒരു UDF-ന്റെ പ്രതിപക്ഷ നേതാവും ഒരു UDF മുന്നണിയുമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് നോക്കൂ, ഈ LDF-കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആവേശമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊന്നും കാണുന്നില്ല. അവരിങ്ങനെ പറയണമെങ്കിൽ പറയട്ടെ എന്ന രീതിയിലുള്ള പ്രസ്താവനകളല്ലാതെ ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടൽ രാജിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷാപത്തിന് CPM-കാർ തയ്യാറാവുന്നുണ്ടോ? എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കാരണം ഇതിനകത്ത് രണ്ടു കൂട്ടരും ഈക്വൽ ആയിക്കൊണ്ടാണ് കേരളത്തിൽ ഒരു ബാലൻസിങ് പൊളിറ്റിക്സ് ആണ് നടത്തുന്നത്. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും, ഒരു സംശയം വേണ്ട. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ കൂട്ടത്തിൽ കാലുകുത്തണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം, ഞങ്ങൾ കാലുകുട്ടാൻ അനുവദിക്കും. കാരണം പാലക്കാട്ടത്തിലെ സ്ത്രീകൾക്ക് അടക്കം ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്തവരാണ്. നോക്കണം, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത ഒരു ഇങ്ങനത്തെ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി പാലക്കാടിന്റെ MLA ആയിരിക്കാൻ ഒരർഹതയുമില്ല. അതുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്താൻ രാഹുൽ കൂട്ടത്തിനെ BJP അനുവദിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ശരി, പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന്റെ ഉമ്മറത്തേക്ക് പോലും ഇറങ്ങാൻ അനുവാദമില്ലാതെ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വസ്തുത. ശ്രീമതി ദീപാനിൽ, വലിയ ധാർമ്മികതയൊക്കെ ആണെങ്കിൽ ഇന്നലെ 4 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പ്രഖ്യാപിച്ച് എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തി. മാധ്യമങ്ങൾക്കടക്കം ഇരിപ്പിടം വരെ തയ്യാറാക്കിയിരുന്ന അടൂരിലെ വീടായിരുന്നു. പക്ഷേ 4:30 വാർത്താ സമ്മേളനം റദ്ദാക്കുന്നു. അതിനുശേഷം വാ തുറന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കൃത്യമായൊരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം പ്രകോപനപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പല ഉള്ളുകളികളും പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനൊരു മാളത്തിനുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തളച്ചിട്ടിരിക്കുന്നത്? എനിക്കങ്ങനെ കബഡി നേരത്തെ ജോത്സ്യമൊന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വസ്തുത പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ അത് പറയപ്പെടും. വസ്തുത പറഞ്ഞാൽ മതി. വസ്തുതയും കൺമുന്നിലുള്ള യാഥാർത്ഥ്യവും പറഞ്ഞാൽ മതി. വസ്തുതയും കൺമുന്നിലുള്ള യാഥാർത്ഥ്യവും പറഞ്ഞാൽ മതി. ശ്രീമതി ദീപാനി, കബഡി നിർത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 24 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിന്റെ വീട്ടിൽ ഉള്ളത്. എനിക്കുള്ള ബാധ്യത, എന്റെ ഉത്തരവാദിത്വം വ്യക്തമാക്കാനാണ് ഞാൻ നിൽക്കുന്നത്.
സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ആ ഒരു ഔചിത്യ ബോധത്തോട് നിങ്ങൾ സംസാരിക്കൂ. അമിത്ഷായോട് ചെന്ന് ചോദിക്കൂ. രാജ്യത്തിന് വേണ്ട അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവര് ഏത് ഗുസ്തി താരങ്ങൾക്കെതിരെ നടപടിയെടുത്തു. നടപടിയെടുത്ത പ്രസ്ഥാനമാണ്. ചങ്കൂറ്റം കാണിച്ചത്. ഞങ്ങളൊരു സ്ത്രീ പീഡകരെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ വാഴിക്കില്ല. നിങ്ങൾ ഒരു സ്ഥലത്തും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഒരു കേസിൽ പ്രതിയെ ഒരാളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. നോക്കൂ കേട്ടോ, എന്നിട്ട് മതി ഇങ്ങോട്ട്. ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ അതുപോലെ ശരി. എന്തായാലും നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ചർച്ചയുടെ സമയം ഇവിടെ കഴിയുകയാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർ നടപടി എന്താകും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.